നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 3 കോടി വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി ഇക്കഴിഞ്ഞ ദിവസം പിടിയിലായ യുവതി തസ്ലീമ സുൽത്താന. ചൊവ്വാഴ്ച രാത്രി 10:30 ഓമനപ്പുഴയിൽ ഒരു റിസോർട്ടിൽ നിന്നാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത്. സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നു എന്ന് പരിചയപ്പെടുത്തിയ തസ്ലീമ സുൽത്താന എന്ന 43-കാരി ഡ്രൈവറും സഹായിയും മണ്ണഞ്ചേരി സ്വദേശിയുമായ കെ ഫിറോസ് എന്ന 26-കാരൻ. സിനിമ, ടൂറിസം മേഖലകളിലുള്ളവർക്ക് വിൽക്കാൻ കൊണ്ടുവന്നതാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവെന്ന് യുവതി എക്സൈസ് സംഘത്തോട് പറഞ്ഞു. വലിയ ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് തസ്ലീമ സുൽത്താനയ്ക്ക്. മുൻപിവർ കൊച്ചിയിൽ ക്രിസ്റ്റീന എന്നറിയപ്പെട്ടിരുന്നു. പിന്നീടിവർ തസ്ലീമ സുൽത്താനയായത് മറ്റൊരു കഥ. കൊച്ചിയിൽ നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടുകൾക്ക് പിന്നിൽ സിനിമാക്കാരുടെ ഇടപെടലുകളുണ്ട് എന്ന വാർത്ത ഏറെക്കാലമായി കേൾക്കുന്നു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാർത്തകളിൽ നിറഞ്ഞ വ്യക്തികളാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും. ഇവർ രണ്ടുപേരുമായും തനിക്ക് ബന്ധമുണ്ട് എന്ന് തസ്ലീമ സുൽത്താന പറയുന്നു. തസ്ലീമയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ എക്സൈസ് സംഘത്തിന് ഇവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചു. സിനിമാ മേഖലയിലുള്ള പലരുടെയും പേരുവിവരങ്ങളും അവർക്ക് ലഹരി കൈമാറിയതിൻ്റെ തെളിവുകളുമൊക്കെ തസ്ലീമ സുൽത്താനയുടെ ഫോണിലുണ്ട്. സിനിമ, ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തസ്ലീമയുടെ കച്ചവടം. എക്സൈസിൻ്റെ 2 മാസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ചെന്നൈയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന ഒടുവിൽ കുടുങ്ങുന്നത്. എറണാകുളം ജില്ലയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ലഹരി വിൽപ്പനയിലധികവും. ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കുമടക്കം സിനിമാ മേഖലയിലെ പലർക്കും കൃത്യമായി ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കാറുണ്ട് എന്ന് യുവതി എക്സൈസിനോട് വെളിപ്പെടുത്തി. ചലച്ചിത്ര പ്രവർത്തകർക്ക് പുറമെ പെൺവാണിഭ സംഘങ്ങൾക്കും ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറുന്നു. കൊച്ചിയും ആലപ്പുഴയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ മുഖ്യ പ്രവർത്തനങ്ങൾ. യുവതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് കൂടുതൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. ഈ മൊബൈൽ ഫോണിലാണ് സിനിമാ പ്രവർത്തകരുടെ വിശദാംശങ്ങൾ ഉള്ളത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഓമനപ്പുഴ കടപ്പുറത്ത് ഒരു ലഹരി ഇടപാട് നടക്കുന്നു എന്ന വിവരം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നു. വിവരമറിഞ്ഞ് സ്പെഷ്യൽ സ്ക്വാഡ് CI M മഹേഷും സംഘവും സ്ഥലത്തേക്ക് പുറപ്പെട്ടു. നേരിയ അളവിൽ അവിടെ നിന്ന് MDMA പിടിച്ചു. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ സോഴ്സ് കണ്ടെത്തണമെന്ന് അവർ നിശ്ചയിച്ചു. ഇതിനിടയിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണം നടത്തുന്നതിൽ മുഖ്യ പങ്ക് ക്രിസ്റ്റീനയ്ക്കാണ് എന്ന വിവരം എക്സൈസ് സംഘത്തിന് ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഓമനപ്പുഴ പ്രദേശത്തുള്ള ഒരു റിസോർട്ടിൽ തിരക്കഥാകൃത്ത് എന്ന പേരിൽ തസ്ലീമ സുൽത്താന ഒരു റൂമെടുത്തിരിക്കുന്നുവെന്ന വിവരം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നു. രാത്രി 10 മണിക്ക് ശേഷം എക്സൈസ് സംഘം റിസോർട്ടിന് പരിസരത്ത് കാത്തിരുന്നു. 10:30 റിസോർട്ടിലേക്ക് തസ്ലീമ സുൽത്താനയും ഫിറോസും എത്തുന്നത്. ഇവരെ കാത്തിരുന്ന എക്സൈസ് സംഘം അപ്പോൾ തന്നെ അവരെ കസ്റ്റഡിയിലെടുത്തു. തസ്ലീമയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ 4 പാക്കറ്റുകളിലായി വെച്ചിരിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ്. 4 പൊതികളായി പ്രത്യേക നമ്പറുകളിട്ടാണ് ക്രിസ്റ്റീന ബാഗിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. റിസോർട്ടിൽ എത്തുന്ന സമയത്ത് ഭർത്താവും കുട്ടികളും തസ്ലീമയ്ക്കൊപ്പമുണ്ട്. എന്നാൽ അവർക്ക് ലഹരി ഇടപാടിനെക്കുറിച്ച് അറിയില്ല എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. തുടർന്ന് എക്സൈസ് സംഘം ഫിറോസിനെയും തസ്ലീമയെയും കസ്റ്റഡിയിലെടുത്തു. തസ്ലീമയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പിന്നീട് അന്വേഷണം തുടർന്നത്. ഇതിനിടയിൽ ചലച്ചിത്ര താരങ്ങളായ 3 പേരുടെ പേരുകൾ. ഇവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് എക്സൈസ് സംഘം തിരക്കിയപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് പതിവായി ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങുന്നവരാണിവർ എന്ന് തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തി. തുടർന്ന് വാട്സാപ്പിൽ ചലച്ചിത്ര മേഖലയിലെ നടന്മാരുമായി തസ്ലീമ നടത്തിയ ചാറ്റുകളും എക്സൈസ് സംഘം ശേഖരിച്ചു. ആലപ്പുഴയിലുള്ള ചിലർക്ക് കഞ്ചാവ് കൈമാറാനാണ് തസ്ലീമ ഓമനപ്പുഴ കടപ്പുറത്തെത്തിയത്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് വഴിയാണ് തസ്ലീമ എറണാകുളത്തെത്തിയത്. ചെന്നൈയിൽ നിന്ന് എറണാകുളത്തെത്തിയ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ആലപ്പുഴയിലേക്ക് വരികയായിരുന്നു തസ്ലീമ. പിന്നീട് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന പ്രധാന കണ്ണി തന്നെയാണ്. സമൂഹത്തിലെ പ്രമുഖരുമായി മാത്രമേ തസ്ലീമയുടെ കച്ചവടമുള്ളൂ. ഫിറോസിനെതിരെ നേരത്തെ കേസുകളൊന്നുമില്ല എന്ന് എക്സൈസ് സംഘം പറയുന്നു. എന്നാൽ തസ്ലീമ അതൊരു ചെറിയ മീനല്ല. എറണാകുളം ജില്ലയിൽ അന്ന് ഹോം സ്റ്റേയും മസാജ് സെൻ്ററുമൊക്കെ നടത്തി വിലസിയിരുന്ന തസ്ലീമ സുൽത്താന അന്നറിയപ്പെട്ടിരുന്നത് ക്രിസ്റ്റീന എന്ന പേരിൽ. ഒടുവിൽ 4 വർഷം മുൻപ് ഒരു പോക്സോ കേസിൽ ക്രിസ്റ്റീന പെടുന്നു. ലഹരിമരുന്ന് നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 4ാം പ്രതിയായിരുന്നു ക്രിസ്റ്റീന. പീഡനത്തിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്നതായിരുന്നു ക്രിസ്റ്റീനയുടെ മേലുള്ള ആരോപണം. കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ക്രിസ്റ്റീന ഒരു പുനർവിവാഹം ചെയ്തു. അങ്ങനെയാണ് പേര് തസ്ലീമ സുൽത്താനി എന്നാക്കി മാറ്റിയത്.
ഇന്ത്യൻ വിപണിയിൽ 3 കോടി രൂപയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയിൽ നിന്ന് പിടിച്ചെടുത്തത് എന്ന് എക്സൈസ് സംഘം പറയുന്നു. കഞ്ചാവിനങ്ങളായ കന്നാബിസ് ഇൻഡിക്ക, കന്നാബിസ് സാറ്റിവ എന്നിവ സംയോജിപ്പിച്ചുണ്ടാക്കിയ പുതിയ ഇനമാണ് ഹൈബ്രിഡ് കഞ്ചാവ്. ഗ്രീൻ ഹൗസ് രീതിയിൽ പ്രത്യേക കാലാവസ്ഥ സൃഷ്ടിച്ച് കൃഷി ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ വിളവെടുക്കണം. തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി ഇപ്പോൾ ശക്തമായുള്ളത്. തായ്ലൻഡിൽ നിന്നാണ് ഇപ്പോൾ പ്രധാനമായി ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലെത്തുന്നത്. മുഖ്യമായും അത് ബാംഗ്ലൂർ വഴി. നേരത്തെ കഞ്ചാവുമായി ബാങ്കോക്കിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ 2 യുവതികളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് എയർ ഇൻ്റലിജൻസ് പിടികൂടിയിരുന്നു. സാധാരണ കഞ്ചാവിനേക്കാൾ 10 ഇരട്ടിയെങ്കിലും അപകടകാരിയാണ് ഹൈബ്രിഡ് കഞ്ചാവ്. ലഹരി മാത്രമല്ല, വിലയും 10 ഇരട്ടിയോളം വരും. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് തസ്ലീമ സുൽത്താനയുടെ കഞ്ചാവ് കച്ചവടം. സമൂഹ മാധ്യമങ്ങളിൽ അവർ ചലച്ചിത്ര താരങ്ങളുമായി ചാറ്റ് ചെയ്തതിൻ്റെ പൂർണ്ണ വിവരങ്ങളുണ്ട്. ഇതൊക്കെ എക്സൈസ് സംഘം ശേഖരിച്ചു. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും തന്നെയാണ് ആദ്യം വീണിരിക്കുന്നത്. മറ്റൊരു നടൻ്റെ കൂടി ഫോൺ നമ്പർ എക്സൈസ് സംഘത്തിൻ്റെ കയ്യിൽ ലഭിച്ചു. മലയാളത്തിലെ ഒരു പ്രമുഖ നടനാണ് താരം. അതുകൊണ്ട് തന്നെ ഈ നടനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി എക്സൈസ് സംഘം പുറത്തേക്ക് വിടുന്നില്ല. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം നടൻ കൃത്യമായി ഇത്തരം ഇടപാടുകളിൽ പെട്ടുവെങ്കിൽ നടനെ കൂടി കസ്റ്റഡിയിലെടുക്കാനാണ് എക്സൈസ് സംഘത്തിൻ്റെ തീരുമാനം. നേരത്തെ തൃക്കാക്കര കേന്ദ്രീകരിച്ചായിരുന്നു ക്രിസ്റ്റീനയുടെ മസാജ് പാർലർ. അവിടെ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന കേസ് വരുന്നത്. മയക്കുമരുന്ന് നൽകിയാണ് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ പ്രതിയായതോടെ ക്രിസ്റ്റീനയുടെ താമസം വീണ്ടും തമിഴ്നാട്ടിലേക്ക് മാറ്റി. എന്നാൽ അതേസമയം മംഗലാപുരം, കോഴിക്കോട്, കൊച്ചി നഗരങ്ങളിൽ തസ്ലീമ ലഹരി ഇടപാടും തുടർന്നു. ചില സ്ഥലങ്ങളിൽ ക്രിസ്റ്റീന എന്ന് പേര് പറയും, മറ്റു ചില സ്ഥലങ്ങളിൽ തസ്ലീമയെന്നും. തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായി തസ്ലീമ സുൽത്താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ചില തിരക്കഥകളുടെ പിന്നിലും തസ്ലീമ പ്രവർത്തിച്ചിരുന്നുവെന്നൊക്കെയാണ് എക്സൈസിനോടവർ പറയുന്നത്. 2015 കേരളത്തിൽ ആദ്യമായി നടന്ന കൊക്കെയിൻ വേട്ട. അന്ന് പ്രതി ചേർക്കപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ഈ അടുത്ത കാലത്താണ് കോടതി വെറുതെ വിട്ടത്. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും മോഡലുകളുമൊക്കെയാണ് 2015 ജൂൺ 30 പിടിയിലായത്. 8 പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. ഇവരിൽ ഒരാളൊഴികെ എല്ലാവരും വിചാരണയും നേരിട്ടു. ഒടുവിൽ മുഴുവൻ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. കേരളത്തിലെ ആദ്യത്തെ കൊക്കെയിൻ കേസ്. ഇപ്പോഴിതാ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഷൈൻ ടോം ചാക്കോയുടെ പേര്. നിരവധി വിവാദങ്ങൾ ചലച്ചിത്ര മേഖലയിൽ വിളിച്ചു വരുത്തിയ നടനാണ് ശ്രീനാഥ് ഭാസി. ശ്രീനാഥ് ഭാസിയുടെ പേര് പലപ്പോഴും വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട്. മുമ്പൊരിക്കൽ മയക്കുമരുന്നിനടിമപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകയെ അപമാനിച്ചുവെന്ന കേസിൽ ശ്രീനാഥ് ഭാസിയെ പ്രതി ചേർത്തിരുന്നു. തസ്ലീമയും സംഘവും ലക്ഷ്യമിടുന്നത് ഓൺലൈൻ വഴിയുള്ള ഇടപാടുകളാണ്. പണം കൈമാറ്റവും ഓൺലൈൻ വഴി. അതിനുശേഷം പറയുന്ന സ്ഥലത്ത് കഞ്ചാവ് എത്തിക്കുന്നതാണ് ഇവരുടെ രീതി. നേരത്തെ പറഞ്ഞുറപ്പിക്കുന്ന സ്ഥലത്ത് കഞ്ചാവ് എത്തിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് ഫിറോസ് ഇതിനു മുൻപും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യലിൽ എക്സൈസിനോട് വെളിപ്പെടുത്തി. കൊച്ചിയിലെ സിനിമാ ലോകം ഇപ്പോഴും മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന സംഭവം. സെക്സ് റാക്കറ്റും മയക്കുമരുന്നുമൊക്കെ ഇടകലർന്ന കൊച്ചി സിനിമാ ലോകത്തെക്കുറിച്ചുള്ള നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് തസ്ലീമ സുൽത്താനയിലൂടെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതും. എക്സൈസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന തസ്ലീമയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.